ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും എക്കോലാബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിന്റെ ഭാഗമായി വരുന്ന യൂട്ടിലിറ്റി, ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കർവ്, ഡിമാൻഡ് ഷെഡ്യൂൾ തുടങ്ങിയുള്ള ഭാഗങ്ങളാണ്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, നോക്കാം എന്താണ് യൂട്ടിലിറ്റി ഓർ ദ ടേം യൂട്ടിലിറ്റി. Utility is the power of a commodity to satisfy the human wants. യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത അല്ലെങ്കിൽ ഉപയോഗം, ഒരു വസ്തുവിന് ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവിന് പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഈസ് ദ എബിലിറ്റി ഓർ എ കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട കഴിവിന് പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. സാധാരണ പരീക്ഷയ്ക്ക് യൂട്ടിലിറ്റി എന്ന ടേം എന്താണെന്ന് മാത്രമേ ചോദ്യം ഉണ്ടാവുകയുള്ളൂ. ഇത് വളരെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒന്നല്ല. എന്താണ് യൂട്ടിലിറ്റി എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി ഈസ് ദ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാണ്ട്സ്. ഇത് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, യൂട്ടിലിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3. യൂട്ടിലിറ്റിയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ടോട്ടൽ യൂട്ടിലിറ്റി, 2 മാർജിനൽ യൂട്ടിലിറ്റി, 3 ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. യൂട്ടിലിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. നോക്കാം, ബോർഡിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. യൂട്ടിലിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. ഫസ്റ്റ് വൺ ടോട്ടൽ യൂട്ടിലിറ്റി, സെക്കൻഡ് വൺ മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ തേർഡ് വൺ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മൊത്തം ഉപയുക്തതയാണ്. അതായത് വസ്തുക്കൾ മുഴുവനായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. നേരെ മറിച്ച് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റുകൾ, അഡീഷണൽ യൂണിറ്റ്, മാർജിനൽ മീൻസ് അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ, ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി. നേരെ മറിച്ച് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അപചയ സീമാന്ത ഉപയുക്തതയാണ്. അതായത് ഒരു വസ്തുവിന്റെ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും, ഡിമിനിഷ് ചെയ്യും എന്നുള്ളതാണ് ഈ തിയറി കാണിക്കുന്നത്. അതായത് അപചയം സംഭവിക്കുമെന്നാണ് തിയറി കാണിക്കുന്നത്. ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ, എബിലിറ്റി ടു പേ. ഒരു വസ്തുവിനോട് കൺസ്യൂമർക്കുണ്ടാകുന്ന താല്പര്യം, വസ്തു വാങ്ങാനുള്ള സന്നദ്ധത, വസ്തു വാങ്ങാനുള്ള കഴിവ്, ഈ 3 കാര്യങ്ങൾ ചേരുന്നതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് അഥവാ ചോദനം. ഓക്കെ, നോക്കാം, ബോർഡ് ഞാൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിസയർ ആണ്, വില്ലിംഗ്നെസ് ടു പേ ആണ്, അതോടൊപ്പം തന്നെ എബിലിറ്റി ടു പേ ആണ്. ക്ലിയർ? ഇനി എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിമാൻഡിന്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ ചോദന ധർമ്മം. എന്താണ് ചോദന ധർമ്മം? അതായത് ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് എ ഡിമാൻഡ്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിമാൻഡും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും കൂടി ചേർന്നതാണ്. ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായും 4 എണ്ണമാണുള്ളത്. അതായത് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തു, അത് നമ്മൾ വാങ്ങുമ്പോൾ മാത്രമാണ് അതിന് ഡിമാൻഡ് ഉണ്ടാകുന്നത്. നമ്മൾ ആ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുക മാത്രമാണെങ്കിൽ ഡിമാൻഡ് ഉണ്ടാകുന്നില്ല. വില്ലിംഗ്നെസ് ടു പേ മാത്രമാണെങ്കിൽ ഡിമാൻഡ് ഉണ്ടാകുന്നില്ല. എബിലിറ്റി ടു പേ മാത്രമാണെങ്കിൽ ഡിമാൻഡ് ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാകുന്നത്? ഡിമാൻഡ് ഈ 3 കാര്യങ്ങൾ കൂടി ഒരുമിച്ച് വരണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് ഒരു വസ്തുവിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ആ ഘടകങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും 4 എണ്ണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഓക്കെ, രണ്ടാമത്തേത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, മൂന്നാമത്തേത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നാലാമത്തേത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് എ കൺസ്യൂമർ. ഇങ്ങനെ 4
ഘടകങ്ങളെ അനുസരിച്ചാണ് അല്ലെങ്കിൽ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു വസ്തുവിന് ഡിമാൻഡ് ഉണ്ടാകുന്നത്. അതായത് വസ്തുവിന്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അത് പ്രത്യേകമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഡിറ്റർമിനന്റ്സ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്നാണ് ആ ചോദ്യം വരുന്നത്. ഓക്കെ, ഡിറ്റർമിനന്റ്സ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. മാറണ്ട, ഉള്ളോട്ട് പോകുമ്പോൾ നമുക്ക് ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വേറെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ചോദ്യം മനസ്സിലാക്കുക. വാട്ട് ആർ ദ ഡിറ്റർമിനന്റ്സ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് പി ആണ്, രണ്ടാമത്തത് പി ആർ ആണ്, മൂന്നാമത്തത് എം ആണ്, നാലാമത്തത് ടി പി ആണ്. എന്താണ് പി? പി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. എന്താണ് പി ആർ? പി ആർ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. എന്താണ് എം? എം എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദെൻ നാലാമത്തത് ടി പി എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, അപ്പോ വസ്തുവിന്റെ വില, അതുപോലെ തന്നെ ബന്ധപ്പെട്ട വസ്തുവിന്റെ വില, ഉപഭോക്താവിന്റെ വരുമാനം, ഉപഭോക്താവിന്റെ അഭിരുചിയും ശീലങ്ങളും, ഇങ്ങനെ 4 ഘടകങ്ങളാണ് ഒരു വസ്തുവിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ഡിമാൻഡും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് ഫംഗ്ഷന് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അതായത് Q is equal to F of P, PR, M, TP എന്ന് എഴുതാം. മനസ്സിലായല്ലോ? Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ്. ഫങ്ഷണൽ, F എന്ന് പറയുന്നത് F ഓഫ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ്. P price of the commodity, PR price of related goods, M income of the consumer, TP taste and preferences of the consumer. ക്ലിയർ അല്ലേ? അപ്പോ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനന്റ്സ് ഓഫ് എ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത് ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 2 ടോപ്പിക്കിലേക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോവാൻ സാധിക്കും. അതായത് ഡിമാൻഡ് ഷെഡ്യൂൾ, ഡിമാൻഡ് കർവ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുക. ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിമാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ബേസിക് ആണ്. അപ്പോ ഈ അടിത്തറ ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന് മുകളിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ. ഓക്കെ, നോക്കാം. അപ്പോ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. വളരെ സിമ്പിൾ ആണ്. എന്താ പറഞ്ഞത്? ലോ ഓഫ് ഡിമാൻഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. നമ്മൾ അതിനൊന്ന് എലാബറേറ്റ് ചെയ്യാം. When the price of a commodity increases, its demand will decrease and vice versa. ഇതും കൂടെ നമ്മൾ അതിനെ കൂടെ പഠിക്കണം. അപ്പൊ എന്താണ് ചോദന നിയമം? ഒരു വസ്തുവിന്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ കാണിക്കുന്നതാണ് ചോദന നിയമം. ഓക്കെ, എങ്ങനെയാണ് വിപരീത ബന്ധം എന്നുള്ളത് നമ്മൾ ഷെഡ്യൂളിൽ കാണിക്കും. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ഒന്നുകൂടെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് എങ്ങനെ പറഞ്ഞത്? when the price of a commodity increase, വസ്തുവിന്റെ വില കൂടിയാൽ എന്താ സംഭവിക്കുക? the demand of that commodity will decrease. കണ്ടോ? വസ്തുവിന്റെ വില കൂടുമ്പോ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയുന്നു. ക്ലിയർ അല്ലേ? സ്ഥിരമായി വാങ്ങുന്ന വസ്തുവിന്റെ വില കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൺസ്യൂമർ എന്താ ചെയ്യുക? വാങ്ങുന്ന സാധനത്തിന്റെ അളവ് കുറയ്ക്കും. അതായത് വില കൂടുമ്പോൾ അളവ് കുറയുന്നു എന്നർത്ഥം. ഇനി വില കുറയുമ്പോഴോ അളവ് കൂടും. ഓക്കെ, അപ്പോ വാങ്ങുന്ന വസ്തുവിന്റെ വില കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ചേ വാങ്ങുന്നുള്ളൂ. നേരെ മറിച്ച് വില കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങും. അപ്പൊ അത് എന്തിനനുസരിച്ചിരിക്കും? ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിലെ ഒന്നാമത്തെ കേസാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അല്ലെ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗം ഡിമാൻഡ് ഷെഡ്യൂൾ ആണ്. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ദ ടേബിൾ റെപ്രസെന്റേഷൻ ഓഫ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഒരു വസ്തുവിന്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ കാണിക്കുന്ന പട്ടികയ്ക്ക് പറയുന്ന പേരാണ് ഡിമാൻഡ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ചോദന പട്ടിക. 2 കോളത്തോട് കൂടിയുള്ള പട്ടിക കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് എന്ന് എഴുതിയാൽ മതി. ഇനിയിപ്പോ പി എന്ന് എഴുതിയാലും തെറ്റില്ല. വെറും പി എന്ന് എഴുതിയാലും പ്രൈസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
സെക്കൻഡ് കോളത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, QDD എന്നാണ് എഴുതിയുള്ളത്. ഇനി വെറും DD എന്ന് എഴുതിയാലും മതി. ഇവിടെ DD യോട് സൂചിപ്പിക്കുന്നത് ഡിമാൻഡിന്റെ ഷോർട്ട് ഫോം ആണ് DD ക്യാപിറ്റൽ ലെറ്ററിൽ 2 D എഴുതിയാൽ അത് ഡിമാൻഡിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, അപ്പോ DD എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി DD എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 1 to 5 ആണ്. 1, 2, 3, 4, 5 വിലകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഓരോ വിലകൾക്കും അനുസരിച്ച് കൺസ്യൂമർ വാങ്ങുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും അല്ലെങ്കിൽ ചോദന അളവിനെയും കാണിച്ചിരിക്കുന്നു. 10, 8, 6, 4, 2. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് നോക്കൂ, 1 നിന്ന് 5 ആയിട്ട് വർദ്ധിക്കുമ്പോൾ അല്ലെ, പ്രൈസ് 1 നിന്ന് 5 ആയിട്ട് വർദ്ധിക്കുകയാണ്. അതേസമയം അവിടുത്തെ ക്വാണ്ടിറ്റി എന്താ ചെയ്യുന്നത്, കൂടുതലിൽ നിന്ന് 10ൽ നിന്ന് 2 ആയിട്ട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. 10, 8, 6, 4, 2 എന്നിങ്ങനെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു. ഒരു വസ്തുവിന്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ കാണിക്കുന്ന ഒരു പട്ടികയാണ് ഏത്, ഡിമാൻഡ് ഷെഡ്യൂൾ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് കർവ് ആണ്. എന്താണ് ഡിമാൻഡ് കർവ് അഥവാ എന്താണ് ചോദന വക്രം? ഡിമാൻഡ് കർവ് ഇസ് ദ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. അല്ലെ, വളരെ സിമ്പിൾ ആണ്. ഒരു വസ്തുവിന്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ കാണിക്കുന്ന ചിത്രരൂപമാണ് ഏത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോ ഡിമാൻഡ് കർവ് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, നമുക്ക് ടേബിള് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ഷെഡ്യൂള് നിർബന്ധമാണ്. ഓക്കെ, ഡിമാൻഡ് കർവ് ചോദിച്ചാൽ നമ്മൾ ഡിമാൻഡ് കർവിന്റെ തിയറി എഴുതുക, ഡിമാൻഡ് കർവ് വരയ്ക്കണം. ഡിമാൻഡ് കർവ് വരയ്ക്കാൻ നമ്മുടെ കൈവശം എന്ത് വേണം, നമുക്ക് അതിന്റെ ടേബിൾ വേണം. ഈ ടേബിൾ വരയ്ക്കാൻ നമുക്ക് അറിയാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് അവിടെയും ഒരു ഡിമാൻഡ് കർവ് വരച്ചു വെച്ചാൽ മതി. എങ്ങനെയാണ് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ നോക്കാം. ഡിമാൻഡ് കർവ് വരയ്ക്കുന്നതിന് നമുക്ക് പ്രധാനമായും 2 കാര്യങ്ങളാണ് വേണ്ടത്. അതായത് ഒന്നാമത് നമുക്ക് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നതിനുള്ള എക്സ് ആൻഡ് വൈ ആക്സിസ് വേണം. രണ്ടാമത്തെ ഡിമാൻഡ് കർവിലേക്ക് കൊടുക്കേണ്ടി വരുന്ന ഷെഡ്യൂൾ വേണം, പട്ടിക വേണം. ഓക്കെ, അപ്പൊ നോക്കാം എങ്ങനെയാണെന്ന് വരച്ചിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മളിവിടെ എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട് അല്ലെ, എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസ് വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് കാണിക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന വിലകളെ അല്ലെങ്കിൽ അളവുകളെ നിങ്ങൾ തെറ്റാതെ മാർക്ക് ചെയ്തിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കർവ് അതിന്റെ ഷേപ്പ് അങ്ങോട്ട് മാറും. ഓക്കെ, അപ്പോ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എങ്ങനെയാണ്, അപ്പോ എക്സ് ആക്സിസിൽ നമ്മൾ അളവുകളെ കൊടുക്കും, ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെ, കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ, അളവുകളെ നമ്മൾ എവിടെ കൊടുക്കുക, എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. ദെൻ വൈ ആക്സിസിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മാർക്ക് ചെയ്യുക. ഓരോ പ്രൈസിനും നേരെ, ഇവിടെ ടേബിളിൽ ഓരോ പ്രൈസിനും നേരെ കൺസ്യൂമർ വാങ്ങുന്ന ക്വാണ്ടിറ്റി എത്രയാണോ ആ ക്വാണ്ടിറ്റിയെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ ആ ഏറ്റവും എൻഡിൽ കാണുന്ന ബിന്ദുക്കളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, 1 എന്ന് പറയുന്ന പ്രൈസും അതുപോലെ തന്നെ 1 എന്ന് പറയുന്ന പ്രൈസിൽ കൺസ്യൂമർ വാങ്ങുന്ന കമ്മോഡിറ്റി 10 ആണ് അല്ലെ. 1 എന്ന പ്രൈസില് കൺസ്യൂമർ വാങ്ങുന്ന കമ്മോഡിറ്റി 10 ആണ്. അപ്പൊ നമ്മളിവിടെ ഈ കമ്മോഡിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അളവ് എഴുതിയിട്ടുള്ള എക്സ് ആക്സിസിൽ നമ്മൾ കമ്മോഡിറ്റി 10 നോക്കുക, 10 കണ്ടു. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് എഴുതിയുള്ള 1 കണ്ടു. ഈ 1നെ 10ഉമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ 1ന് നേരെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഡോട്ട് മാർക്ക് നിർബന്ധമില്ല, സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ 10ലേക്ക് കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്, 110 എന്ന് പറയുന്ന ഒരു അളവാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കറപ്പിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത് അതേപോലെ തന്നെ ചെയ്യാം. രണ്ടാമത് എന്താണ്, 2, 8 ആണ്. അപ്പൊ 2 എന്ന് മാർക്ക് ചെയ്ത് 2ൽ നിന്ന് വില 2ൽ നിന്ന് നമ്മൾ ഇതിലേക്ക് പോവുക, 8ലേക്ക് മാർക്ക് ചെയ്യുക അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ വരച്ച ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അതാ ഓക്കെ, 8ലേക്ക് പോവുക. ദെൻ അതുപോലെ തന്നെ 3 അല്ലെ, 3, 6 മാർക്ക് ചെയ്യുക. അതുപോലെ 4, 4 മാർക്ക് ചെയ്യുക. ഓക്കെ, 5, 2 മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ 2 വിലകളും അല്ലെങ്കിൽ വിലയും അളവും തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആ പാർട്ടുകളെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രേഖ വരക്കുക. ഈ രേഖയ്ക്ക് പറയുന്ന പേരാണ് ഡിമാൻഡ് കർവ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഡിമാൻഡ് കർവ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡിമാൻഡ് കർവ് വരയ്ക്കുന്നതിന് എക്സ് ആൻഡ് വൈ ആക്സിസ് വേണം. എക്സ് ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ എക്സ് ആക്സിസിൽ തന്നിരിക്കുന്ന അളവുകളെയും അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ പ്രൈസിനെയും കാണിക്കും അല്ലെ.
അതിനെ തമ്മിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കിട്ടുന്ന ബിന്ദുക്കളെ നമ്മൾ ചേർത്തുകൊണ്ട് ഒരു രേഖ വരയ്ക്കുക. ആ രേഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡിമാൻഡ് കർവ്. ആ രേഖയ്ക്ക് ഏറ്റവും മുന്നിലായിട്ട് ഡി എന്നും ഏറ്റവും അവസാനത്തിലും ഡി എന്ന് രേഖപ്പെടുത്തുക. ദാറ്റ് ഈസ് ഡിമാൻഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡി ഡി എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഈ ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത അതുകൂടി മനസ്സിലാക്കുക. ഇത് വരയ്ക്കുമ്പോൾ ഈ വൈ ആക്സിസിലോ എക്സ് ആക്സിസിലോ മുട്ടിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മുട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കർവാണ്. കണ്ടല്ലോ, ഇവിടെ എക്സ് ആക്സിസിലും മുട്ടിയിട്ടില്ല, വൈ ആക്സിസിലും മുട്ടിയില്ല. അപ്പൊ രണ്ട് ആക്സിസിലും മുട്ടാതെ, അതായത് ടച്ച് ചെയ്യിക്കാതെ നിർത്തി വരയ്ക്കേണ്ട ഒരു കർവാണ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് അങ്ങനെ മുട്ടിച്ച് വരച്ചാൽ അതെന്താവും? അത് ലീനിയർ ആയിട്ട് മാറും. കർവ് ലെഫ്റ്റ് അപ്വേർഡ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് കൂടിയാണ്. ഓക്കെ, ഇടത്ത് മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് ചെരിഞ്ഞു വരുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്കിൽ ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിമാൻഡ് കർവ് ലെഫ്റ്റ് അപ്വേർഡ് ടു റൈറ്റ് ഡൗൺവേർഡ് ആണ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഇസ് ദ പവർ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒരു കമ്മോഡിറ്റിക്ക് ഉണ്ടാകേണ്ട പവർ ആണ് യൂട്ടിലിറ്റി. അത് ആ പവർ ഉണ്ടെങ്കിൽ ആ പവർ ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അല്ലെ. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? രണ്ടാമത് പഠിച്ചത് ഡിമാൻഡ് ആണ്. ഒരു വസ്തുവിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ കൂടെ വേണമെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഒന്നാമത്തത് ഡിസയർ ആണ്, രണ്ടാമത്തത് വില്ലിംഗ്നെസ് ടു പേ ആണ്, മൂന്നാമത്തത് എബിലിറ്റി ടു പേ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് എ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് എ ഡിമാൻഡ് അല്ലെ. അപ്പൊ ആ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിന് ഒരു ഇക്വേഷൻ കൂടി കൊടുത്തു. ഡിമാൻഡ് എന്തായിരുന്നു? Q = F of P, PR, M, TP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ പഠിക്കേണ്ടായി. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി തമ്മിലുള്ള വിപരീത ബന്ധമാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂളും അതുപോലെ തന്നെ ഡിമാൻഡ് കർവും വരച്ച് പഠിച്ചു. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടേബിൾ റെപ്രസെന്റേഷൻ ആണ്. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെഡ്യൂളും അതുപോലെ തന്നെ കർവും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഇതിന്റെ തൊട്ടടുത്ത ഭാഗങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കാവുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.